അദ്ദേഹം വെല്ലുവിളിച്ച അദ്ദേഹം KNMന്റെ സെക്രട്ടറി, അദ്ദേഹം KJUവിൻ്റെ സെക്രട്ടറി, കേരള ജമിയത്തുൽ ഉലമ. ഔദ്യോഗിക സ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് ഒരു ഔദ്യോഗിക വ്യക്തി വെല്ലുവിളിച്ചു നമ്മുടെ പണ്ഡിത സഭയെ. നമ്മൾ പറഞ്ഞു തയ്യാറാണ്. ഇനി എന്ത് ചെയ്യണം? പണ്ഡിത സഭകൾ തമ്മിൽ ഔദ്യോഗികമായി ചർച്ചകൾ നടക്കണം, വൈജ്ഞാനിക ചർച്ചയാണ്. അവർ വെല്ലുവിളിച്ചു. അപ്പോൾ തന്നെ അവരുടെ സെക്രട്ടറിയുമായി ഈ വെല്ലുവിളിച്ച വ്യക്തിയുമായി KNMന്റെ വ്യക്തികൾ ബന്ധപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അദ്ദേഹം പറഞ്ഞു ISMന്റെ ആളുകളെ കത്ത് കൊടുത്താൽ മതി, അത് നമ്മൾ സ്വീകാര്യമല്ല. ഹനീഫ് കായക്കൊടിയാണ് വെല്ലുവിളിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം KJന്റെ സെക്രട്ടറിയാണ്. KJന്റെ സെക്രട്ടറി നമ്മുടെ ലജ്നത്ത് ബഹുസുൽ ഇസ്ലാമി എന്ന് പറയുന്ന നമ്മുടെ പണ്ഡിത സഭയ്ക്ക് കത്ത് തന്നാൽ ഇൻഷാ അല്ലാഹ് ഉടൻ നമുക്ക് സംവാദം നടത്താവുന്നതാണ്. KJന്റെ ട്രിപ്പിൾ ലീഫൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു ലീഫ് കൂടി തന്നാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ഈ പറയപ്പെട്ട വിഷയത്തിൽ സംവാദം നടത്താം. നമ്മൾ കാത്തിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. KJUവിൻ്റെ കത്ത് കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അതിൽ ഉറപ്പാണ്. അത് ഏതെങ്കിലും നിലയ്ക്ക് വാങ്ങണം എന്ന തീരുമാനത്തിൽ തന്നെ നമ്മളുള്ളത്. എന്തായാലും KJU സെക്രട്ടറി മുമ്പാണ്, മുമ്പെടുത്തുണ്ടാവില്ല എത്രപ്പെടും സീലൊക്കെ ഏതായാലും കൈവശം ഉണ്ടാവും. പല KNMകാരും മാറി അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ കത്ത് കൊടുത്തുകൂടെ ചോദിച്ചു. അപ്പോൾ തൽക്കാലം ISMന്റെ കത്ത് മതി നോക്കുന്നത്. നമ്മൾ ചോദിച്ചാൽ ISM ഒരിക്കലും KJUവിൻ്റെ മേലെ പോകാൻ പറ്റുന്നില്ല. മറ്റേക്കാളും വലിയ കൊമ്പുണ്ടെങ്കിൽ അത് വലിയ ഭീഷണിയായി മാറും. ഒരു KJU സെക്രട്ടറി വെല്ലുവിളിച്ചു, നമ്മുടെ പണ്ഡിത സഭയെയാണ് വെല്ലുവിളിച്ചത്, ഇനി വ്യക്തികൾ തമ്മിലല്ല. അത് തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ കാത്തത്. മറ്റു പലരും പലയിടത്തൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വെല്ലുവിളിച്ചപ്പോഴും അന്ന് മൗനം പാലിച്ചത് അത് ഔദ്യോഗികമായി വരട്ടെ എന്ന് വയ്ക്കുന്നത്. അപ്പോൾ അത് ഔദ്യോഗികമായി വന്നു. ഞാൻ രേഖ കൊടുത്തയച്ചാൽ മതി. സ്റ്റേജിൽ പരസ്യമായി പിടിക്കാമെങ്കിൽ എന്താ പറയുക, ഒരു എഴുതി കൊടുത്തേക്കാൻ എത്ര പ്രയാസം. അവിടെ കായക്കൂടെ നമ്പറുള്ളത് മുഴുവനും മുമ്പ് ചോദിക്കാൻ എന്താ കൊടുക്കാത്തത്. ഞങ്ങൾ ഒരാഴ്ച കൂടി കാത്തിക്കും. അതിനിടയ്ക്ക് കിട്ടിയെങ്കിൽ ബാക്കി പണി നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അപ്പം നോക്കാം.